വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന കാർലോസ് റൂയിസ് സാഫോൺ എഴുതിയിരിക്കുന്ന ദ ഷാഡോ ഓഫ് ദ വിൻഡ് എന്ന നോവലാണ്. ഷാഡോ ഓഫ് ദ വിൻഡ് നോവല് സ്പാനിഷ് നോവലിസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. കാർലോസ് റൂയിസ് സാഫൺ സ്പാനിഷ് നോവലിസ്റ്റാണ്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ലൂസിയ ഗ്രേവ്സ് എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ലേറ്ററാണ്. അതാണ് ഇപ്പം നമ്മൾ വായിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലറാണ്. ഇത് 3 പുസ്തകങ്ങളുണ്ട്. ദ സിമിട്രി ഓഫ് ഫോർഗോട്ടൻ ബുക്സ് എന്ന് പറയുമ്പോൾ അതൊരു സീരീസാണ്. ഇത് 3 പുസ്തകത്തിൻ്റെ ഒരു സീരീസാണ്. സിമിട്രി ഓഫ് ഫോർഗോട്ടൻ ബുക്സിൻ്റെ 3 പുസ്തകങ്ങളാണ് കാർലോസ് റൂയിസ് എഴുതിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പുസ്തകം ദ ഏഞ്ചൽസ് ഗെയിം ആണ്. പിന്നെ ഷാഡോ ഓഫ് ദ വിൻഡ് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ ദ പ്രിസണേഴ്സ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ 3 പുസ്തകങ്ങളാണ്. അപ്പോൾ അതിൽ നടുക്കത്തെ ബുക്കാണ് ഞാനിപ്പോൾ വായിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ മറ്റ് 2 പുസ്തകങ്ങളെക്കാളും കൂടുതൽ ആളുകൾ ബെസ്റ്റ് സെല്ലറായിട്ട് പറയുക ദ ഷാഡോ ഓഫ് ദ വിൻഡ് ആണ്. അതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 2 പേജിൽ ശരിക്കും ഇതിൻ്റെ പ്രശംസയൊക്കെ എഴുതിയിരിക്കുന്നതാണ് സ്റ്റീഫൻ കിങ്ങും പിന്നെ അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശംസയായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയിരിക്കുന്നത് ഗാസിയ മാർക്കോസും അംബർട്ടോ എക്കോനെ കണ്ടുമുട്ടിയാൽ മീൻസ് നമ്മൾ പറയില്ലേ ആടുതോമയിൽ ഇന്നയാൾക്ക് ഉണ്ടായ കൊച്ച് എന്നൊക്കെ പറയുന്നു. നമ്മളങ്ങനെ ഒരു ഫ്രേസ് പറയുമല്ലോ. അതുപോലെ മാർക്വസിന് അംബർട്ടോ എക്കോയില് ഉണ്ടായിട്ടുള്ള ഒരു എഴുത്ത് രീതിയാണ് ഈ കാർലോസ് റൂയിസിൻ്റെ എന്നാണ് പറയുന്നത്. അത്രയും പ്രശംസയാണ് ഇതിൻ്റെ ആദ്യത്തെ 2 പേജ് ആരൊക്കെ പ്രശംസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവലിൻ്റെ ഉള്ളിലൊരു നോവൽ എന്നുള്ള ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഗോത്തിക്കാണ്. ഗോത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാഴ്സലോണയിലാണ് കഥ നടക്കുന്നത്. ആ ബാഴ്സലോണയുടെ ആ സ്ട്രക്ചർ, ആ ഒരു ബിൽഡിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്കത് വായിക്കുമ്പോൾ നമ്മൾ ഇത് നടക്കുന്നത് ബാഴ്സലോണയിലാണ്. നമ്മളും ഈ ക്യാരക്ടേഴ്സിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മളും ബാഴ്സലോണയിലാണ് എന്ന് തോന്നും. പിന്നെ ഇത് ഹിസ്റ്റോറിക്കലാണ്. ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോൾ ഇതൊരു 1940-കളിൽ അതായത് 1936-ലെയും 39 തൊട്ടുള്ള സിവിലിയൻ വാറിൻ്റെ കഥയും പറയുന്നുണ്ട്. പിന്നെ 1940 തൊട്ട് പിന്നീട് അങ്ങനെ അതായത് ഇതിലെ കഥാപാത്രങ്ങൾ വലുതാവുന്നതിനനുസരിച്ച് കഥ പോകുന്നുണ്ട്. അപ്പം ഇതിൽ കഥ നടക്കുന്ന നായകൻ എന്ന് പറയുന്ന ഡാനിയൽ 10 വയസ്സിലാണ് കഥ തുടങ്ങുന്നതെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞ് കുഞ്ഞുണ്ടാവുന്നത് വരെയുള്ള അത്രയും പറയുന്നുണ്ട്. ഇത്രയധികം നന്നായിട്ട് പേജസ് ഉള്ള ഒരു നോവലാണ്. ഒരു 580 അടുത്തൊക്കെ പേജസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വായിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചില പുസ്തകങ്ങൾ നമ്മൾ ഈ മദ്യപിക്കുന്ന ഒരു എഫക്റ്റ് തരും എന്ന് പറയുന്നത് പോലെയാണ്. ഒരു ഹാങ് ഓവർ നമുക്ക് തരും. ഇതിലത്തെ കഥാപാത്രങ്ങളും ഇതിലത്തെ കഥയും നമ്മളെ വിട്ടുമാറാനായിട്ട് കുറേ സമയം ഇപ്പോഴും നമുക്ക് അതിൻ്റെ ഓരോ പോയിന്റ്സും ഓരോ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു രീതിയിലാണ്. ഇപ്പം ഞാൻ വായിച്ചിട്ട് 1 മാസത്തോളമായി. പക്ഷെ എന്നാലും അതിൻ്റെ ആ ഒരു ഹാങ് ഓവർ ഇപ്പോഴും നമ്മുടെ തലയിലുണ്ടാവും. നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്ന ഒരു നോവലാണ് ദ ഷാഡോ ഓഫ് ദ വിൻഡ്. ഇനി എനിക്ക് ഇതിൻ്റെ ഏഞ്ചൽസ് ഗെയിമും പ്രിസണർ ഓഫ് ഹെവനും ഒക്കെ വായിക്കണം. അത് ആമസോണിലുണ്ട്. ഞാൻ അത് എന്നിട്ടാണ് ലിസ്റ്റിലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഓരോന്നായിട്ട് വായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി പുസ്തകത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ കഥ നടക്കുന്നത് ബാഴ്സലോണയിലാണ്. അപ്പോൾ 1940 ഡാനിയൽ എന്ന് പറഞ്ഞ കുട്ടി, ഡാനിയൽ സെമ്പിയർ, അപ്പോൾ അവന് 10 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ ആ ഒരു സങ്കടത്തിൽ അച്ഛനും മകനും അതിൽ നിന്നും മുക്തമായിട്ടില്ല അമ്മയുടെ മരണത്തിൻ്റെ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആ അമ്മയുടെ മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ശവടക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ കരയാതെ നിൽക്കുകയാണ്. പക്ഷേ അച്ഛൻ്റെ ആ സങ്കടം ഇവൻ്റെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്കാണ്. ഇവൻ്റെ കൈ പിടിച്ചിട്ടാണ് അച്ഛൻ നിൽക്കുന്നത്. അപ്പോൾ ആ കൈ ഇങ്ങനെ മുറുക്കി പിടിക്കുമ്പോൾ അച്ഛൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ ഇവനെ മുറുക്കി പിടിക്കുന്നതിലൂടെ കിട്ടുന്നത്. അപ്പം അങ്ങനെ നല്ലൊരു അച്ഛനാണ്. അങ്ങനെ സെമ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് ഷോപ്പ് ഓണറാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇവൻ പറയും എൻ്റെ അമ്മയുടെ മുഖം എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നൊക്കെ ഇവൻ അമ്മോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ആ ഒരു സങ്കടത്തിൽ 10 വയസ്സായ ഡാനിയൽ സെമ്പിയറിനെയും കൊണ്ട് ഈ അച്ഛൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിനകത്ത് ഇവൻ അമ്മയോടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല. ഇയാൾ പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നുണ്ട് നീ ഇത് അമ്മോട് പോലും പറയരുതെന്ന്. പക്ഷേ അത് അമ്മ മരിച്ചിരിക്കുകയാണെന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുക. അപ്പോൾ ആ അമ്മയോട് പോലും പറയരുത് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് ഭയങ്കര ഇരുട്ട്
ഇരുട്ടായിട്ട് ഭയങ്കര ഇരുണ്ട നടവഴികളും കാര്യങ്ങളൊക്കെ വളഞ്ഞ് പൊളഞ്ഞ് വഴികളൊക്കെ ചെറിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് പോകുന്നത്. അത് ഒരു സിമിട്രി ഓഫ് ഫോർഗോട്ടൻ ബുക്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അതായത് ആളുകളുടെ പുസ്തകങ്ങൾ ഇപ്പോൾ ഞാൻ കുറേ പുസ്തക ശേഖരമുള്ള ഒരാളാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബുക്സ് ഞാൻ അങ്ങനെയുള്ള ആളുകളിലൊക്കെ കൊടുക്കുന്ന പുസ്തകങ്ങൾ, പിന്നെ റെയർ ആയിട്ടുള്ള പുസ്തകങ്ങൾ, ഫസ്റ്റ് കോപ്പി ആയിട്ട് ഫസ്റ്റ് എഡിഷൻ ചിലപ്പോൾ ഓതർ സൈൻ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഭയങ്കരമായിട്ട് ബുക്ക് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പുസ്തകശാലയിൽ എവിടെയാണ് ഇന്ന പുസ്തകം ഇരിക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ഭാഗ്യം കൊണ്ട് വേണം നമ്മളത് നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു ഐസക് എന്ന് പറഞ്ഞ ഒരാളാണ് അത്, ഐസക് മോൺഫോർട്ട് എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ. അയാൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ജീവിക്കുന്നതും, അതിൻ്റെ ഉള്ളിലാണ് ചായ കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ അതിൻ്റെ ഉള്ളിലാണ്. അയാളുടെ ജീവിതം തന്നെ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ്, ഇതൊരു സീക്രട്ട് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഡാനിയലിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഡാനിയൽ അവിടെ ചെല്ലുമ്പോൾ ഈ പുസ്തകശാലയിൽ അവനോട് പറയുന്നത് നിനക്ക് ഇഷ്ടമുള്ളൊരു പുസ്തകം എടുത്തു. അപ്പോൾ ഒരു നിയമമുണ്ട്, ഇങ്ങനെ ആദ്യമായിട്ട് എടുക്കുന്ന പുസ്തകം ജീവിതകാലം മുഴുവൻ അവർ സൂക്ഷിച്ചു വെക്കണമെന്നാണ്, എടുക്കുന്ന വായനക്കാരൻ അത് സൂക്ഷിച്ചു വെക്കണമെന്നാണ്. അങ്ങനെ ഇവൻ കണ്ടുപിടിച്ച് ഇവൻ എടുക്കുന്ന പുസ്തകമാണ് ജൂലിയൻ കാരാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓതർ എഴുതിയിട്ടുള്ള ദ ഷാഡോ ഓഫ് ദ വിൻഡ് എന്ന് പറഞ്ഞ പുസ്തകം. അങ്ങനെ ഇവൻ അത് എടുത്തുകൊണ്ട് പോന്നിട്ട് ഇവനത് ഭയങ്കരമായിട്ട് പാതിരാത്രി ഉറങ്ങാതെയും പുലർച്ചെ വരെയൊക്കെ ഇരുന്നത് അവൻ വായിക്കും. അപ്പം അതിലത്തെ വേർഡ്സും അതിൻ്റെ കഥയും ഒക്കെ ഇവനെ ഭയങ്കരമായിട്ട് ആകർഷിച്ച് ഇവൻ്റെ ഉള്ളിലേക്ക് അത് ആഴ്ന്നിറങ്ങി. അപ്പോൾ ഡാനിയൽ ഈ പുസ്തകം അത്രയും അധികം ആഴത്തിൽ അവനെ ആസ്പയർ ചെയ്ത്, കാരണം അവനെ അതങ്ങോട്ട് ആകെ കൂടിയിട്ട് അവനെ അങ്ങോട്ട് കോരിത്തെരിപ്പിക്കുകയും ഇഷ്ടപ്പെടുകയും എന്ന് പറയുമ്പോൾ ഈ ജൂലിയൻ കാരാക്സ് ആരാണെന്ന് അറിയാനായിട്ട് ഇവൻ ശ്രമിക്കുകയാണ്. അപ്പം അച്ഛനോട് ചോദിക്കുമ്പോൾ, അച്ഛനൊരു പുസ്തകശാലയൊക്കെ ഉള്ള ഒരാളാണല്ലോ, അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ പറയും ഇത് സ്പാനിഷ് എഴുത്തുകാരനാണ്, പക്ഷേ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഫ്രാൻസിലാണ്. അപ്പോൾ നമുക്ക് ഗുസ്താവോ ബാർസലോ എന്ന് പറഞ്ഞ ആളോട് ചോദിക്കാം. അപ്പോൾ ഗുസ്താവോ ബാർസലോ ഒരു ഭയങ്കര കാശുകാരനായിട്ടുള്ള ഒരാളാണ്. അയാൾ കുറേ റയറായിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യും, അതിനെപ്പറ്റിയൊക്കെ അറിയുന്ന ഒരാളാണ്. അങ്ങനെ അയാളോട് ചെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഈ പുസ്തകം നീ എനിക്ക് തരുമോ, നീ പറയുന്ന പൈസ തരാമെന്ന് പറയും. കാരണം ഈ ജൂലിയൻ കാരാക്സിൻ്റെ പുസ്തകം കത്തിച്ച്, അതായത് ചില ആളുകൾ കത്തിച്ച് കളയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഇതിൽ, അതായത് ഇതിൻ്റെ പബ്ലിഷിംഗ് ഹൗസ് കത്തിപ്പോകും, അതിനകത്ത് ഈ ജൂലിയൻ കാരാക്സിൻ്റെ പുസ്തകങ്ങൾ കത്തിച്ച് കളയുന്നതായിട്ടൊക്കെ വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കോപ്പീസ് കിട്ടാനില്ല, ഈ ജൂലിയൻ കാരാക്സിൻ്റെ പുസ്തകം കിട്ടാനില്ല. അപ്പോൾ പറയും ഈ ജൂലിയൻ കാരാക്സിൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ നീസായിട്ടുള്ള ക്ലാര. അപ്പോൾ ക്ലാരയോട് ചോദിക്കാമെന്ന് പറയുമ്പോൾ ക്ലാര പറയും ഞാൻ ഇതുപോലെ വേറൊരു പുസ്തകം വായിച്ചിട്ട് ഞാൻ ഇയാളുടെ ഫാൻ ആയതാണ്, പക്ഷേ ആ ഒരു പുസ്തകം ആളുടെ കയ്യിലുള്ള, പക്ഷേ അത് അവളുടെ ടീച്ചറിൻ്റെ കയ്യിലുണ്ടായിരുന്നു, ആ ടീച്ചർ ഇവൾക്ക് വായിക്കാൻ കൊടുത്തതാണ്. ക്ലാര കണ്ണ് കാണാത്തൊരു അപ്പോൾ ടീച്ചർ വായിക്കാൻ കൊടുത്ത് അങ്ങനെ വായിച്ചിട്ട് ഇവള് ഫാനായതാണ്. പക്ഷേ ആ പുസ്തകം ടീച്ചർ ഇവൾക്ക് കൊടുത്തില്ല, ഇവള് ഫാനായെന്ന് പറഞ്ഞു. അങ്ങനെ വായിക്കുന്നവരെല്ലാവരും ആ വാക്കുകളിൽ കുഞ്ഞിക്കിടക്കുന്ന രീതിയാണ് കാരാക്സിൻ്റെ എഴുത്ത് രീതി. അങ്ങനെ ഡാനിയൽ സെമ്പിയർ എന്ന 10 വയസ്സുകാരൻ ജൂലിയൻ കാരാക്സിനെ പറ്റിയിട്ട് അന്വേഷിച്ച് തുടങ്ങുകയും അതിൽ അവന് ഒരു സ്പൈ വർക്ക് പോലെ അവനത് കൊണ്ടു നടക്കുകയും ചെയ്യണം. അയാളുടെ ജൂലിയൻ്റെ ചെറുപ്പം എങ്ങനെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവനാണ്. അപ്പോൾ അതിൽ ഇവൻ അന്വേഷിച്ച് പോകുമ്പോൾ ഇതൊരു ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഭയങ്കര ഒരു സ്പൈ ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓരോ പേജിലും ട്വിസ്റ്റ് ആൻഡ് ടേൺസും നമുക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് ഇത് വായിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രോസും കാര്യങ്ങളും. പിന്നെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ ഗോത്തിക് എന്ന്, നമ്മൾ ആ ബാർസലോണയിലെ ഓരോ സ്ട്രീറ്റും ഓരോ മയിൽക്കുറ്റിയും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇതിനകത്ത് ജൂലിയൻ കാരാക്സ് ആറായിരുന്നു, അയാളുടെ പ്രണയം ഉണ്ടായിരുന്നു, പെനലപ്പി ആളുടെ. അങ്ങനെ അയാളുടെ അച്ഛനും അമ്മേനെ പറ്റിയിട്ട്, അങ്ങനെ ഇവർ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ, അപ്പോൾ അവരൊക്കെ മരിച്ചുപോയി. പിന്നെ അതിനകത്ത് നൂറിയ മോൺഫോർട്ടിനെ കണ്ടു. അപ്പോൾ ഈ നൂറിയ മോൺഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂലിയൻ കാരാക്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായ മിക്വൽ മൊലൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഭാര്യയാണ്. അങ്ങനെ ഈ പെനലപ്പിയും ജൂലിയനും സ്നേഹമായിട്ട് അവർ ഒളിച്ചോടാൻ ശ്രമിക്കും. അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് മിക്വലാണ്. അവർ ഒളിച്ചോടി ഫ്രാൻസിൽ പോയിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഈ സംഭവങ്ങൾ നടക്കുന്നത് 1936 തൊട്ട് 39 വരെ സ്പെയിനിൽ സിവിൽ വാർ നടക്കുന്ന സമയമാണ്. ഈ സ്പെയിനിൽ സിവിൽ വാർ നടക്കുന്ന ഫാസിസ്റ്റുകളും ലിബറലുകളും ഒക്കെ ആയിട്ടുള്ള ആഭ്യന്തര യുദ്ധമാണ് സിവിൽ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ അവർ നാസിക്ക് സപ്പോർട്ട്, അപ്പോൾ ഒരു ഭരണാധികാരി ഫാസിസവും, അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു
വാറാണ് അവിടെ നടക്കുന്നത്. അതൊരു 39 വരെ നടന്നിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഭരണാധികാരിയായിട്ടുള്ള ആൾ കുറേ നാൾ പിന്നീട് ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. അപ്പോൾ ഇതിൽ ആരെ ചതിക്കും? ഇപ്പം ഞാൻ ഫാസിസ്റ്റാണ്, എൻ്റെ ഉള്ളിൽ ഫാസിസ്റ്റ് ചിന്താഗതി ആണെങ്കിലും പുറത്ത് പറയില്ല ആരും. പക്ഷേ പാര വയ്ക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റിക്കൊടുക്കുന്നതും പോലീസിന് ഒറ്റിക്കൊടുക്കുന്നതും ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. നീ ഇന്ന ആളല്ലേ നിന്നെ ഇതാക്കുക. അപ്പോൾ നമ്മളത് ഗവൺമെൻറ്റിന് ഒറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ കുടുംബം മുഴുവൻ നശിച്ചു പോകുന്ന രീതിയിലൊക്കെയാണ് അന്നത്തെ സിവിൽ. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ വാർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന്. അപ്പം അങ്ങനെയുള്ള കഥയാണ്. അപ്പോൾ ഇതിനകത്ത് ഇവർ ഈ പെനലപ്പിക്ക് എന്ത് സംഭവമായിട്ട് ഒളിച്ചോടുമ്പോൾ പെനലപ്പി വന്നില്ല. അപ്പോൾ പെനലപ്പിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് ഇവർ അന്വേഷിക്കും. അങ്ങനെ പെനലപ്പിയുടെ ആയിട്ടുള്ള നാനി ആയിട്ടുള്ളവരെ കണ്ടുപിടിക്കും. അങ്ങനെ ഇവരിങ്ങനെ ഓരോ ലൂപ്പ് അടച്ചടച്ച് ഒരു തെളിവ് കിട്ടുമ്പോൾ അതിനെതിരെ മറുവായിട്ട് വേറൊരു തെളിവ് കിട്ടും. അങ്ങനെ മുഴുവൻ. അപ്പോൾ ഇതിനകത്ത് ജൂലിയൻ കാരാക്സിനെ അന്വേഷിക്കുന്ന വേറൊരാളും കൂടിയുണ്ട്. അത് ഫ്രാൻസിസ്കോ ഫുമേറോ എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾ ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അയാൾ ഈ ജൂലിയൻ്റെ കൂട്ടുകാരനായിരുന്നു എന്നുള്ളത് കഥയൊക്കെ പിന്നീടാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വായിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹാങ് ഓവറാണ് ഈ പുസ്തകം വായിച്ചത്. നമ്മൾക്ക് നിലത്ത് വയ്ക്കാൻ പറ്റാത്ത പോലെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് ദ ഷാഡോ ഓഫ് ദ വിൻഡ് ബൈ കാർലോസ് ലൂയിസ് സാഫൺ. ഇതിൻ്റെ മലയാളമുണ്ട്. രമ മേനോനാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. കാറ്റിൻ്റെ നിഴൽ എന്നോ മറ്റോ ആണ്. ആരാണ് പബ്ലിഷ് ചെയ്തേക്കണതെന്ന് എനിക്കറിയില്ല. ഞാനതൊരു ബുക്ക് ഫെസ്റ്റിവലിൽ ഞാൻ കണ്ടായിരുന്നു. കാറ്റിൻ്റെ നിഴൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് മീൻസ് ട്രാൻസ്ലേറ്റ് മലയാളത്തിലേക്ക് ചെയ്തിരിക്കുന്നത് രമ മേനോനാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് വായിക്കുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതങ്ങനെ അത് വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷോ മലയാളമോ എന്തെങ്കിലും. ഇത് ഈ പുസ്തകത്തിൻ്റെ അഭിപ്രായങ്ങൾ വായിച്ചവരുണ്ടെങ്കിൽ അതൊന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ദ ഷാഡോ ഓഫ് ദി വിൻഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും ഇത് വായിക്കുക. ഞാനിനി ഇതിൻ്റെ മറ്റ് 2 പുസ്തകങ്ങളും കൂടി വായിക്കട്ടെ. ഇത് ഭയങ്കരമായിട്ട് ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ. നമ്മൾ സ്റ്റീഫൻ കിങ് ഒക്കെ വായിച്ച് ഈ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു നോവലാകുമ്പോൾ നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത്. നിങ്ങളെല്ലാവരും വായിക്കുക. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.